ഇപ്പോൾ ഇവിടെ 13-year-old male complaining of fever, headache, vomiting. ഇത് മൂന്നും കണ്ട് നമുക്കറിയാം മെനിഞ്ചൈറ്റിസ് ആണ്. ക്ലൂ എന്ന് പറയുന്നത് ഇവിടെ റാഷ് ഉണ്ട്. അപ്പോൾ മെനിഞ്ചൈറ്റിസിനൂടെ റാഷ്, ഷോക്ക്, ടോക്സീമിയ, സിക്ക് ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഇറ്റ്സ് എ ക്ലൂ ഫോർ മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്. CSF-നായാലും TC കൂടുതലുണ്ട്. ഇവിടെ പോളിമോർഫാണ് ഏറ്റവും കൂടുതൽ, അപ്പോഴും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ബിഗ് ക്ലൂ ഇസ് ദാറ്റ് we got the gram-negative diplococci, that is meningococci. So diagnosis meningococcal meningitis ആണ്. ആൻഡ് മാനേജ്മെൻറ്റ് സെഫ്ട്രാക്സൺ ആണ് മെയിൻ സ്റ്റേ. ആൻഡ് അഡൾട്ട് ഡോസ് വരുന്നത് 2 gram IV BD ആണ് വരുന്നത്. അതിന് അലർജി ഉണ്ടെങ്കിൽ നമ്മളത് ഡീസെൻസിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ നോക്കും, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോറാംഫെനിക്കോൾ ട്രൈ ചെയ്യാം. ആൻഡ് പേഷ്യൻറ്റ് നല്ല സിക്കായിരിക്കും, അപ്പോൾ ബാക്കി സപ്പോർട്ടീവ് തെറാപ്പി എല്ലാം കൊടുക്കണം. IV ഫ്ലൂയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുക. മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെക്സാമെഥസോൺ കൂടെ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ആൻഡ് മെയിൻ തിങ് ഈസ് പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോൺടാക്റ്റുള്ളവർക്കൊക്കെ കീമോപ്രൊഫൈലാക്സിസ് കൊടുക്കണം. നമ്മൾ മെയിനായിട്ട് ഇവിടെ സിപ്ലോക്സ് ആണ്, ഓറൽ സിപ്ലോക്സ് ആണ്, പ്രൊഫ്ലോക്സിനാണ് കീമോപ്രൊഫൈലാക്സിസ് കൊടുക്കുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ 15-year-old ഗേൾ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ടാണ് കംപ്ലൈൻറ്റ്. ഇതിൽ ക്ലൂ എന്ന് പറഞ്ഞാൽ ഹൈ കളർഡ് യൂറിൻ ഉണ്ട്. അതുപോലെ തന്നെ ഫേഷ്യൽ ഓപ്പനസ് പറഞ്ഞു. അപ്പോൾ PPs ആണ് ഹയർ ആൻഡ് JP എലിവേറ്റഡ് വീട്ടിൽ ഫ്ലൂയിഡ് ഓവർലോഡ് കാണിക്കുന്നു. URയിൽ RBC കാസ്റ്റ് ആണ്. അപ്പോൾ ഇത് മൂന്നാണ് ക്ലൂ: ഹൈ കളർഡ് യൂറിൻ, എലിവേറ്റഡ് BP ആൻഡ് RBC കാസ്റ്റ്. ഇത് മൂന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നെഫ്രൈറ്റിസ്. ക്രിയാറ്റിൻ ആൻഡ് യൂറിറ്റ്സ് ബിറ്റ് എലിവേറ്റഡ്, C3 കുറവാണ്. സോ ദ ആൻസർ ഈസ് അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്. മോസ്റ്റ് കോമൺലി PSG ആയിരിക്കും. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ആൻഡ് വാട്ടർ റെസ്ട്രിക്ഷൻ, പിന്നെ BP കൺട്രോൾ ചെയ്യണം, ആൻറ്റിബയോട്ടിക്സ് ഹെപ്പറ്റൻസിസ് കൊടുത്തിട്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അത് സ്കിൻ ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ആക്ടിവേറ്റ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. ആൻഡ് അതിൽ ഫംഗ്ഷൻസ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, AKയിലേക്ക് പോകേണ്ടതെന്ന് അറിയാം. നെക്സ്റ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 30-year-old male with ഇക്ട്രസ് ആൻഡ് ടെൻഡർ ഹെപ്പറ്റോമെഗാലി, അതാണ് ക്ലൂ. ആൻഡ് ബില്ലിറൂബിൻ എലിവേറ്റഡ് 12 ഉണ്ട്. ആൻഡ് ഹിയർ SGOT, SGPT is in thousands. So this is acute hepatitis. എപ്പോഴൊക്കെ SGOT, SGPT thousands ആണ്, acute hepatitis ആയിരിക്കും. So the answer is acute viral hepatitis. Management is mainly supportive care only. Avoid hepatotoxic and drugs and alcohol കൊടുക്കുക. LFT മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കുക. എപ്പോഴും ഹൈ കാലറി ഡയറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ലിവർ ഫങ്ഷൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് 56 സ്മോക്കർ, ചെസ്റ്റ് പെയിൻ ഉണ്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ST എലിവേഷൻ എനിക്കുണ്ട്, ഡ്രോപ്പ് എലിവേറ്റഡ് ആണ്. ST എലിവേഷൻ ഡ്രോപ്പ് എലിവേഷൻ ആണെങ്കിൽ നേരെ CAD ACS STEMI-ആണ്. സോ ദ ഡയഗ്നോസിസ് ആൻറ്റിറിവാൾ MI. ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക. അനാൽജസിക്കായിട്ട് മോർഫിൻ കൊടുക്കുക, O2 വേണമെങ്കിൽ O2 കൊടുക്കുക, നൈട്രേറ്റ്സ്, കാർഡിയോസ്റ്റാറ്റിക് കൊടുക്കുക. ആൻഡ് മെയിൻ തെറാപ്പീസ് റീപെർഫ്യൂഷൻ തെറാപ്പി, ഐദർ PCI പെർക്യൂട്ടേഴ്സ് ഇൻറ്റർവെൻഷൻ ഓർ വി ക്യാൻ ഗോ ഫോർ ത്രോംബോലൈസിസ്. ആ ടൈം ഫ്രെയിമിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യും. പിന്നെ ലോങ് ടേം ആയിട്ട് ബീറ്റ ബ്ലോക്കർ, സ്റ്റാറ്റിൻ, ACE ഇൻഹിബിറ്റേഴ്സ് ഒക്കെ കൊടുക്കുക. ആൻഡ് മോണിറ്റർ ഫോർ കോംപ്ലിക്കേഷൻസ്, മെയിൻലി ഹാർട്ട് ഫെയിലിയർ കൊണ്ടുവന്ന് നോക്കണം. അടുത്ത കേസ് 17-year-old male facial puffiness വീണ്ടും generalized edema ഉണ്ട്. Here the clue is frothing of urine. ആൻഡ് ഇവിടെ BP നോക്കിയാൽ BP is on the normal side, ascites ഉണ്ട്. ആൻഡ് urine albumin is 3+, that is nephrotic range proteinuria. ആൻഡ് 24-hour urine protein നോക്കിയപ്പോഴും 3 gram കൂടെ 4 gram per day ഉണ്ട്. Creatinine urea ഒക്കെ നോർമലാണ്. Serum albumin is low. So there is edema and nephrotic range proteinuria ആൻഡ് ഹൈപ്പോആൽബുമിനിയ. ഇത് മൂന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് വിചാരിക്കാം. സോ ഡയഗ്നോസിസ് നെഫ്രോട്ടിക് സിൻഡ്രോം. ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് മെയിൻലി സോൾട്ട് റെസ്ട്രിക്ഷൻ. ആൻഡ് ഡയോറിറ്റിക്സ് ഈസ് കോൺട്രവേഴ്ഷ്യൽ ആണ്. ഓൾറെഡി ഇൻട്രാവാസ്കുലർ വോളിയം ഡിപ്ലീറ്റഡ് ആക്കി പിന്നെ ഡയോറിറ്റിക്സ് കൊടുക്കാൻ വേണ്ടിയോ ഇറ്റ്സ് ഡിപ്പെൻസ്. ആൻഡ് കോർട്ടിക്കോസ്റ്റോയിഡ്സ് മെയിൻ സ്റ്റേ. ആൻഡ് ഇനി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ലുക്ക് ഫോർ കോംപ്ലിക്കേഷൻസ് ആർ മെയിൻലി ഡ്യൂ ടു ഹൈപ്പോആൽബുമിനിയ. Mainly the patient is susceptible for infections and also thrombosis. അപ്പോൾ renal vein thrombosis ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ patient may go into AKE. And next case is 45-year-old alcoholic presented with pedal edema, icterus and ascites. And BP is on normal side and thrombocytopenia ഉണ്ട്. 73,000 platelet.
ബിലിറൂബിൻ സ്ലൈറ്റ്ലി എലിവേറ്റഡ്, SGOT PT കൂടുതലാണ് ആൻഡ് OT ഈസ് മോർ ദാൻ PT. ഇവിടെ ആൽക്കോളിക് എന്ന് പറഞ്ഞതുകൊണ്ട് സോ ഇറ്റ്സ് ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ്. ആൻഡ് ആൽബുമിൻ ഈസ് ലോ. സോ ആൽബുമിനും കുറവുണ്ട്, പ്ലേറ്റ്ലെറ്റും കുറവുണ്ട്, ഇതൊക്കെ സിന്തറ്റിക് ഫങ്ഷൻസ് ഓഫ് ലിവറാണ്. അപ്പോൾ ഇത് സോൾവ് പോയിന്റ് ടുവേർഡ്സ് CLD. അപ്പോൾ ആൽക്കഹോളിന് കോസം കിട്ടി, അപ്പോൾ ആൽക്കോളിക് CLD. അസൈഡീസ് ഫ്ലൂയിഡ് നോക്കുമ്പോൾ TC ഉണ്ട്, ആൽബുമിൻ 1.1 ആണ്. അപ്പോൾ സെറം ആൽബുമിൻ അസൈഡീസ് ആൽബുമിൻ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഹൈ സാഗ്. സോ സിറോസിസ് ആണ്. അപ്പോൾ ആൽക്കോളിക് സിറോസിസ്. സോ ഡയഗ്നോസിസ് decompensated cirrhosis with ascites or decompensated CLD. Managing mainly salt restriction, and here diuretics are main role. അതിൽ മെയിനായിട്ട് നമ്മൾ സ്പൈനലാക്ടോൺ ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ന്യൂട്രീഷൻ സപ്പോർട്ട്സ് കൊടുക്കണം, അബ്സ്റ്റൻസ് ആൽക്കഹോൾ, ആൻഡ് മോണിറ്റർ ഫോർ UGA ബ്ലീഡ് ആൻഡ് SPB സസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ മാക്സിമമാണ് ഡ്രഗ് ഓഫ് ചോയ്സ്, അത് 2 gram 8 hourly എടുക്കണം. അതുപോലെ ഇഫ് യു ആർ സസ്പെക്റ്റിംഗ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, the drug of choice is lactose. The last case is a 16-year-old female, and she is malnourished and they're complaining of vomiting and BP is on the lower side, dehydration, and the clue here is RBS 490 and urine acetone is positive. So that's that question. This is DKA. And the management is mainly IV fluids, insulin and potassium correction. And insulin is 0.1 international unit per kg per hour വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആൻഡ് ടൈട്രേറ്റ്. ആൻഡ് പൊട്ടാഷ്യം ഓൾസോ വി ഹാവ് ടു ഗിവ് അബൌട്ട് 10 milliequivalent for every 1 liter replacement of the normal saline നമ്മൾ കൊടുക്കും. And we also monitor the blood glucose level, ketone bodies and ABG for any acidosis.